പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, നമുക്കിന്നൊരു കഥ പറയാം. രാജു എന്നാണ് നമ്മുടെ കഥാപാത്രത്തിന്റെ പേര്. രാജുവിന് നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസന്റേഷൻ ഉണ്ട്. ഒരാഴ്ചയ്ക്ക് മുമ്പ് കിട്ടിയ പണിയാണ്. രാജു ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ലാപ്ടോപ്പ് തുറക്കുന്നു. ഇന്ന് രാത്രിക്കുള്ളിൽ ഞാനിത് ചെയ്തു തീർക്കും എന്ന ദൃഢനിശ്ചയത്തോടു കൂടി. അപ്പോഴാണ് ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്, ഒരു പുതിയ സിനിമയുടെ ട്രെയിലർ. രാജു ചിന്തിച്ചു, ശരി, ഒരു 5 മിനിറ്റ് ഈ ട്രെയിലർ ഒന്ന് കണ്ടിട്ട് ഫ്രഷ് ആയിട്ട് തുടങ്ങാം. അങ്ങനെ ട്രെയിലർ കണ്ടു, അതിന് താഴെ വന്ന അടുത്ത വീഡിയോ കണ്ടു, പിന്നെ ഇൻസ്റ്റാഗ്രാമായി, റീൽസായി, അങ്ങനെ സമയം പോയതേ അറിഞ്ഞില്ല. രാത്രി 11 മണിയായി. രാജു ഒന്നും ചെയ്തിട്ടുമില്ല. ഇപ്പോ രാജുവിന്റെ നെഞ്ചിൽ ഒരു തീയാണ്, ഒരു കുറ്റബോധം, ദേഷ്യം, പേടി. ഈ രാജു നിങ്ങളാണോ? ജിമ്മിൽ പോകണമെന്ന് എല്ലാ വർഷവും ജനുവരി 1-ന് തീരുമാനിക്കുന്നു. എന്നാൽ നാളെ മുതൽ ഉറപ്പായും തുടങ്ങാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ സ്വാഗതം. നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ക്ലബിലെ അംഗമാണ്. പ്രോകാസ്റ്റിനേഷൻ അഥവാ നാളെ ചെയ്യാം എന്ന ക്ലബ്ബ്. ഭൂരിഭാഗം പേരും വിചാരിക്കുന്നത് ഇത് മടിയാണെന്ന്, അല്ലെങ്കിൽ സമയത്തിന് വില കൊടുക്കാത്തതാണ് എന്നാണ്. എന്നാൽ ഞാൻ പറയട്ടെ, അത് തെറ്റാണ്. പ്രോകാസ്റ്റിനേഷൻ ഒരു മടിയല്ല, അതൊരു വികാരമാണ്. ഈ മടിയും പ്രോകാസ്റ്റിനേഷനും ഒന്നാണ്. ആദ്യം തന്നെ ഈ വലിയ തെറ്റിദ്ധാരണ നമുക്ക് മാറ്റാം. മടിയും പ്രോകാസ്റ്റിനേഷനും ഒന്നല്ല. ഒരു മടിയന് ആ ജോലി ചെയ്യാൻ ഒട്ടും താല്പര്യമുണ്ടാകില്ല. മാത്രവുമല്ല, അയാൾക്ക് അത് ചെയ്യാതിരിക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. അയാൾക്കതിൽ കുറ്റബോധമില്ല. എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് അയാൾ കിടന്നുറങ്ങും. ഈ പ്രോകാസ്റ്റിനേറ്റർ ഇവരാണ് പാവങ്ങൾ. ഇവർക്ക് ആ ജോലി ചെയ്യണമെന്ന് അതിയായിട്ട് ആഗ്രഹമുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ പണി കിട്ടുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും അദൃശ്യമായ ഏതോ ഒരു ശക്തി അവരെ പിടിച്ചു വലിക്കും. ആ ജോലി മാറ്റിവെക്കുമ്പോൾ ഇവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ കടുത്ത കുറ്റബോധവും ടെൻഷനും ഉണ്ട്. അതായത് പ്രോകാസ്റ്റിനേഷൻ എന്നത് അറിഞ്ഞുകൊണ്ട് സ്വന്തം പാരവെക്കലാണ്. ഇതൊരു യുക്തിരഹിതമായ പ്രവൃത്തിയാണ്. നാളെ ഇത് വലിയ പ്രശ്നമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യുന്നു. എന്തുകൊണ്ട്? ഇത് മനസ്സിലാക്കാൻ നമ്മുടെ തലച്ചോറിലേക്കൊന്ന് നോക്കാം. അവിടെ എപ്പോഴും ഒരു യുദ്ധം നടക്കുന്നുണ്ട്. പ്രിഫ്രണ്ടൽ കോർട്ടക്സും ലിംബിക് സിസ്റ്റവും തമ്മിലാണ് ആ യുദ്ധം. ഈ പ്രിഫ്രണ്ടൽ കോർട്ടക്സ് ഇതാണ് നമ്മുടെ തലച്ചോറിലെ യുക്തിമാനായ ക്യാപ്റ്റൻ. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നത്, പ്ലാൻ ചെയ്യുന്നത്, ലക്ഷ്യങ്ങൾ വെക്കുന്നത്. നീ ഇപ്പോൾ പഠിച്ചാൽ നാളെ പരീക്ഷയ്ക്ക് ജയിക്കാം എന്ന് വിചാരിക്കുന്നതൊക്കെ ഇതാണ്. ഇനി ലിംബിക് സിസ്റ്റം, ഇതാണ് നമ്മുടെ തലച്ചോറിലെ പഴയ ഭാഗം. ഇതാണ് വികാരങ്ങളുടെ കേന്ദ്രം. ഇതിനെ നമുക്ക് ഇൻസ്റ്റന്റ് ഗ്രാഫിക്കേഷൻ മങ്കി എന്ന് വിളിക്കാം. ഇതിന് ഒരു കുരങ്ങന്റെ സ്വഭാവമാണ്. ഈ കുരങ്ങന് ഭാവിയെക്കുറിച്ച് ചിന്തയില്ല. അതിന് 2 കാര്യങ്ങളെ വേണ്ടുള്ളൂ. ഒന്ന്, ഇപ്പൊ തന്നെ സന്തോഷം വേണം. 2, അതിന് വേദനയോ ബുദ്ധിമുട്ടോ പാടില്ല. നിങ്ങളൊരു ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലെ ഈ കുരങ്ങൻ ഉണരുന്നു. അയ്യോ, ഈ ജോലി ബോറാണല്ലോ, ഇത് കഷ്ടപ്പാടാണല്ലോ, ഇത് ചെയ്താൽ നമുക്ക് സ്ട്രെസ് വരുമല്ലോ, വേണ്ട വേണ്ട, നമുക്ക് തൽക്കാലം ആ യൂട്യൂബിലെ വീഡിയോ കണ്ട് ചിരിക്കാം. നമ്മുടെ ലിംബിക് സിസ്റ്റം ഈ പ്രിഫ്രണ്ടൽ കോർട്ടക്സിനേക്കാൾ ശക്തമായതുകൊണ്ട് ഈ കുരങ്ങനാണ് എപ്പോഴും ജയിക്കുന്നത്. നിങ്ങൾ ജോലി മാറ്റിവെക്കുന്നു, ഇതാണ് സംഭവിക്കുന്നത്. അതായത് പ്രോകാസ്റ്റിനേഷൻ എന്നത് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള പരാജയമാണ്, അല്ലാതെ ജോലിയോടുള്ള മടിയല്ല. ആ ജോലി തരുന്ന നെഗറ്റീവ് വികാരങ്ങളെ നേരിടാനുള്ള മടിയാണ്. അപ്പോ നമ്മുടെ ഉള്ളിലുള്ള ലിംബിക് ബ്രെയിനിലുള്ള ഈ കുരങ്ങൻ പേടിക്കുന്ന ആ 4 നെഗറ്റീവ് വികാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പരാജയഭീതി. ഇതാണ് ഏറ്റവും വലിയ വില്ലൻ. ഞാനിത് ചെയ്തില്ലെങ്കിൽ ആളുകൾ കളിയാക്കിയാലോ. ഉദാഹരണത്തിന്, ഒരു പുസ്തകം എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾ എഴുതാൻ തുടങ്ങിയില്ല. കാരണം എഴുതിയാൽ അത് മോശമാകുമോ എന്നുള്ളൊരു പേടി. എഴുതാതിരുന്നാൽ ആ പേടിയില്ലല്ലോ. 2, 100% പെർഫെക്റ്റ് ആകണം, അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട എന്നാണ്. ഈ പെർഫെക്ഷനിസ്റ്റുകളാണ് ഏറ്റവും വലിയ പ്രോകാസ്റ്റിനേറ്റർ. എല്ലാം കൃത്യമാക്കാൻ വേണ്ടി അവർ ഒന്നും തുടങ്ങിയില്ല. 3, വിജയഭീതി. ഇത് വളരെ വിചിത്രമായി തോന്നാം, പക്ഷേ ചിലർക്ക് വിജയത്തെ പേടിയാണ്. ഞാനിത് ചെയ്ത് വിജയിച്ചാൽ ആളുകൾ എന്നിൽ നിന്നും ഇതിലും വലുത് പ്രതീക്ഷിക്കും, എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരും, അതുകൊണ്ട് ചെയ്യാതിരിക്കുന്നതാണ് സുരക്ഷിതമെന്ന് ഇവർ കരുതും. 4, വിരസത. ചില ജോലികൾക്ക് സത്യമായും ബോറാണ്. തുണി മടക്കി വെക്കുന്നത്, പാത്രം കഴുകുന്നത്. ആ വിരസത അനുഭവിക്കാൻ തലച്ചോറിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അത് മാറ്റിവെക്കുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ എത്ര മാറ്റിവെച്ചാലും അത് ചെയ്തു തീർക്കേണ്ട ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാന നിമിഷം നമ്മൾ അത് ചെയ്തു തീർക്കും. പരീക്ഷ വരെ ഒന്നും പഠിച്ചില്ല എന്നുണ്ടെങ്കിലും പരീക്ഷയുടെ തലേ ദിവസം രാത്രി നമ്മൾ 1 വർഷം പഠിക്കേണ്ടത് മുഴുവൻ പഠിച്ചു തീർക്കും. അതെങ്ങനെ? അവിടെയാണ് പാനിക് മോൺസ്റ്റർ വരുന്നത്. ഈ ഡെഡ് ലൈൻ അടുക്കുമ്പോൾ അയ്യോ പണി പാളിയല്ലോ എന്ന ഭയം വരുന്നു. ഈ ഭയം വരുമ്പോൾ നമ്മുടെ തലച്ചോറിലെ കുരങ്ങൻ ലിംബിക് സിസ്റ്റം പേടിച്ചോടിപ്പോവും. അപ്പോൾ യുക്തിമാനായ ക്യാപ്റ്റനായ പ്രിഫ്രണ്ടൽ കോർട്ടക്സ് ഈ കൺട്രോൾ ഏറ്റെടുക്കും. പിന്നെ നമ്മൾ വളരെ സൂപ്പർ ഫാസ്റ്റ് ആണ്. പക്ഷേ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. നമുക്ക് കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടാകാം, ജോലിയുടെ ഗുണനിലവാരം കുറയാം, ആരോഗ്യം നശിക്കാം. ഇങ്ങനെ ദീർഘകാലം നമുക്ക് പാനിക് മോൺസ്റ്ററെ ആശ്രയിച്ച് ജീവിക്കാൻ പറ്റില്ല. അതിന് നമുക്ക് ഒരു ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരം വേണം. ഇതിനെ തോൽപ്പിക്കാൻ 4 ശക്തമായിട്ടുള്ള വഴികളുണ്ട്.
ഒന്ന്, 2 മിനിറ്റ് നിയമം. ഏറ്റവും പ്രധാനം ഇതാണ്. ഒരു ജോലി തുടങ്ങാനാണ് ഏറ്റവും പാട്. ഒരിക്കൽ തുടങ്ങിയാൽ പിന്നെ അത് എളുപ്പമാണ്. അതുകൊണ്ട് നിങ്ങൾ മാറ്റിവെക്കുന്ന ജോലിയെ വെറും 2 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന കാര്യമാക്കി ചുരുക്കുക. ഇപ്പോ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണം എന്നതിനല്ല, ആദ്യമേ തന്നെ നിങ്ങൾ ഷൂ അങ്ങ് എടുത്തിടണം. പുസ്തകം വായിക്കണം എന്നല്ല, ഒരു പേജ് വായിക്കണം എന്ന് മാത്രം കരുതുക. 2 മിനിറ്റ് കഴിയുമ്പോൾ നിർത്താമെന്ന് സ്വയം പറഞ്ഞ് തുടങ്ങുക. പക്ഷേ 99% സമയത്തും ഈ 2 മിനിറ്റ് കഴിഞ്ഞാലും നിങ്ങളത് തുടരും. കാരണം തുടക്കത്തിലെ ആ മടി അങ്ങ് മാറിപ്പോയി. രണ്ടാമത്തെ വഴിയാണ് 5 സെക്കൻഡ് റൂൾ. നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെന്ന് തോന്നിയാൽ 5 സെക്കൻഡിനുള്ളിൽ അത് ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിലോ നിങ്ങളുടെ തലച്ചോറ് അത് ചെയ്യാതിരിക്കാനുള്ള പല ന്യായങ്ങളും കണ്ടുപിടിക്കും. അതുകൊണ്ട് പഠിക്കണമെന്ന് തോന്നലുണ്ടായാൽ ഉടൻ തന്നെ കൗണ്ട് ഡൗൺ ചെയ്ത് ഒന്നും ചിന്തിക്കാതെ എഴുന്നേൽക്കുക, നിങ്ങൾ പഠിക്കാനിരിക്കുക. ഇത് നിങ്ങളുടെ ലിംബിക് സിസ്റ്റത്തെ ഹൈജാക്ക് ചെയ്യാൻ സഹായിക്കും. മൂന്നാമത്തെ വഴിയാണ് വൻമലയെ കല്ലുകളാക്കുക എന്നുള്ളത്. നമുക്കൊരു വലിയൊരു പ്രൊജക്റ്റ് കാണുമ്പോൾ പേടി തോന്നും. അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക. 10 അധ്യായം പഠിക്കണം എന്നതിന് പകരം ആദ്യത്തെ അധ്യായത്തിലെ ആദ്യത്തെ പാരഗ്രാഫ് പഠിക്കണം എന്ന് മാത്രം പ്ലാൻ ചെയ്യുക. ഇങ്ങനെ ഓരോ ചെറിയ വിജയവും നിങ്ങൾക്ക് ഡോപ്പോമിൻ തരും. 4, ടെംപ്റ്റേഷൻ ബണ്ടലിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഒന്നിച്ച് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമാണ്, പക്ഷെ പാത്രം കഴുകാൻ ഇഷ്ടമില്ലെങ്കിൽ പാട്ട് കേട്ടുകൊണ്ട് പാത്രം കഴുകുക. ഇത് വിരസമായ ജോലിയെ രസകരമാക്കും. സുഹൃത്തുക്കളെ, ഓർക്കുക, ഈ പ്രോക്രാസ്റ്റിനേഷൻ നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഒരു കുറവല്ല, അത് തലച്ചോറിന്റെ ഒരു പ്രതിരോധമാണ്. സ്വയം മടിയൻ എന്ന് വിളിച്ച് കുറ്റപ്പെടുത്തുന്നത് നിർത്തുക. പകരം എനിക്കിപ്പോൾ എന്ത് വികാരമാണ് എന്ന് തോന്നുന്നത് തിരിച്ചറിയുക. പേടിയാണോ ബോറടിയാണോ എന്ന് സ്വയം ചോദിക്കുക. എന്നിട്ട് ആ 2 മിനിറ്റ് റൂൾ ഉപയോഗിച്ച് ചെറിയൊരു കാൽവെപ്പ് നടത്തുക. വലിയ യാത്രകൾ തുടങ്ങുന്നത് ഒരൊറ്റ ചുവടുവെപ്പിലൂടെയാണ്. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ മാറ്റിവെക്കുന്നതിനെ കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ മാറ്റിവെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നാളെ കമന്റ് ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റിവെക്കരുത്. ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക.